ഇന്ന് നമുക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള പയ്യോളി മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പയ്യോളി മിക്സ്ചറിനെ സാധാരണ മിക്സ്ചറിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചേരുവകൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ സാധാരണ മിക്സ്ചർ ഉണ്ടാക്കുന്നത് പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടോ അത്ര അധികം ചേരുവകളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് പയ്യോളി മിക്സ്ചർ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റണ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പയ്യോളി മിക്സ്ചർ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പയ്യോളി മിക്സ്ചറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് കടലമാവാണ്. 1 കപ്പ് അളവിൽ 250 ml ഒരു കപ്പിൽ 1 കപ്പാണ് കടലമാവ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടലമാവ് നമ്മൾ എത്ര എടുക്കണോ അത്രേ തന്നെ അളവിൽ കൊള്ളിയുടെ പൊടി, അതായത് കപ്പ പൊടിച്ചത്, ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ സാധാരണ കടകളിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിതിവിടെ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് ഈ പയ്യോളി മിക്സ്ചറിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. കടലമാവ് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എത്രയാണോ കടലമാവ് ചേർക്കുന്നത് ആ സെയിം അളവിൽ തന്നെ കൊള്ളിയുടെ പൊടി ചേർക്കുക. ഈ ഒരു പൊടി എന്ന് പറയുന്നത് ശരിക്കും നല്ല ഫൈനായിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കോൺഫ്ലോർ ഒക്കെ പോലെ ഇരിക്കും കേട്ടോ. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മിക്സ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയോ കായോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഇനി ഈ 2 പൊടികളും നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി ഇത് പകുതിയാക്കി എടുക്കണം. കാരണം പയ്യോളി മിക്സ്ചർ എന്ന് പറയുമ്പോൾ 2 കളറിലാണ് നമുക്ക് കിട്ടുക. അതായത് യെല്ലോ കളറിലുള്ള സേവ് ഉണ്ടാവും അതിൽ, അതുപോലെ ഒരു ഓറഞ്ച് റെഡിഷ് കളറിൽ അങ്ങനെയുള്ളൊരു സേവ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ 1 കപ്പ് വേറൊരു പാത്രത്തിലേക്കും ബാക്കി 1 കപ്പ് മറ്റേ പാത്രത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ് 2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നത്. കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുഡ് കളർ ഞാൻ ചേർക്കുന്നില്ല. ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, ഒന്നും കൂടി നല്ല കളർ കിട്ടും. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്താൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഒരു ഡൗ പോലെ നമുക്ക് ആക്കിയെടുക്കണം. പക്ഷേ വെള്ളം കോടിപ്പോയരുത്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോയരുത്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. മറ്റേ മഞ്ഞൾപ്പൊടി ചേർത്ത ആ ഒരു മാവും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് എല്ലാവരുടെയും ആ ഒരു മഞ്ഞൾപ്പൊടി എത്താൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പൊട്ടുകടലയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. പയ്യോളി മിക്സ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പൊട്ടുകടല അതുപോലെയുള്ള കാര്യങ്ങൾ ബൂന്തി ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ 2 മാവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ആയിരിക്കണം റെഡി ആക്കേണ്ടത്. ഇനി ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചി എടുക്കുമ്പോൾ പയ്യോളി മിക്സ്ചറിൻ്റെ ആ ഒരു സേവ് എപ്പോഴും കുറച്ച് കട്ടി കൂടുതലുള്ളതായിരിക്കും സാധാരണ നാടൻ മിക്സ്ചർ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ആ ഒരു സൈസിലുള്ള ആ ഒരു അച്ച് ഇപ്പോൾ സേവനാഴിയിൽ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഉള്ളതിൽ എന്താ പറയുക കുറച്ച് തിക്കായിട്ടുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു തിക്നെസ് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ആച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും പയ്യോളി മിക്സ്ചറിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. ഇനി ഇതുപോലെ തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം 2-3 ലെയർ എന്നുള്ളൊരു രീതിയിൽ തന്നെ തീ കുറച്ച് വെച്ചിട്ട് എപ്പോഴും ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈമൽക്ക് നന്നായിട്ട് തന്നെ ചൂട് വരും. ഇനി പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കളറൊക്കെ മാറി വരും. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഞാനൊന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ പിന്നെ വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടടിച്ചിട്ട് നമുക്ക് അധികം ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും ഇത് മുങ്ങിക്കിടക്കണ ഒരു രീതിയിലായിരിക്കണം
ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് കുക്കായിട്ടും വരില്ല, സോഫ്റ്റ് ആയിട്ട് ഇരുന്നാലും മിക്സ്ചർ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. കറക്റ്റ് ക്രിസ്പി ആയിട്ട് തന്നെ മാറണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുക, ഇതിനേക്കാളും കുറച്ചും കൂടി വണ്ണമുള്ള അച്ഛൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കുക്കായിട്ട് വരാൻ ഒന്നും കൂടി സമയമെടുക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ബബിൾസ് പോലെ പത പോലെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇത് റെഡി ആയിട്ട് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ആ ഒരു പത കാര്യങ്ങളൊക്കെ ഒന്ന് മാറും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നു എന്നർത്ഥം. കണ്ടില്ലേ, ഇത് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ കളറിലുള്ളത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലേ, അതാണ് റെഡിയാക്കി എടുത്തത്. അത് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർത്തിട്ട് റെഡിയാക്കിയതാണ് ചുറ്റിച്ച് കൊടുക്കണത് കേട്ടോ. അതൊന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ചുറ്റിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മിക്സറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഈ സേവിൻ്റെ അത്രേ തന്നെ കപ്പലണ്ടിയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കൊള്ളിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ്, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ മസാലകളൊന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല. കറിവേപ്പില അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഈ ഒരു പയ്യോളി മിക്സ്ചറിന് ബൂന്തിയൊന്നും ഉണ്ടാക്കി എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. സേവ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം സേവും അതുപോലെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കപ്പലണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് കുറച്ച് അധികം കപ്പലണ്ടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 2 കപ്പ് അളവിലാണ് കപ്പലണ്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. ആ ഒരു സമയത്ത് കറക്റ്റ് പാകത്തിന് തന്നെ കോരിയെടുക്കുക കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വന്നാലും ഇത് ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ഫ്രൈ ചെയ്ത കപ്പലണ്ടി ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓവറായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഈ കപ്പലണ്ടിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കപ്പലണ്ടി നമുക്ക് കോരി മാറ്റിയെടുക്കാം. നമ്മൾ എത്രയ്ക്ക് അളവിൽ മാവ് എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ കടലമാവും കൊള്ളിപ്പൊടിയൊക്കെ എടുക്കുന്നതിനനുസരിച്ച് തന്നെ കപ്പലണ്ടി അതിനനുസരിച്ച് തന്നെ കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. അപ്പോൾ കപ്പലണ്ടി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു അതായത് കറിവേപ്പിലയാണ്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5-6 തണ്ട്, വലിയ തണ്ട് കറിവേപ്പില തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാട്ടോ. ഇനിയിപ്പോൾ കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ ഒരു രീതിയിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കോരി മാറ്റാം. ഇത് മതി. അപ്പോൾ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മിക്സിങ് പരിപാടികൾ കാര്യങ്ങളാണ്. മിക്സിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ്ചർ റെഡി ആയിട്ട് മാറും. സാധാരണ മിക്സ്ചറിലൊക്കെ നമ്മൾ കായല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ ചേർക്കുക. ഇതിൽ പക്ഷേ ഫ്ലേവറിന് വേണ്ടിയിട്ട് കായോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഒരു മിക്സ്ചർ നല്ല ടേസ്റ്റി ആയിട്ടാണ്. ഇനി വറുത്ത് വെച്ച കപ്പലണ്ടിയിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ കപ്പലണ്ടിയിലേക്ക് ചേർത്തില്ലല്ലോ. ഉപ്പും കുറച്ച് മുളക് പൊടിയും എരിവിന് വേണ്ടിയിട്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ തന്നെ ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി ഇതുപോലെ ചേർക്കുമ്പോഴാണ് ഇതിൽ നന്നായിട്ട് പിടിച്ച് വരിക കേട്ടോ. അപ്പോൾ ഇതും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സേവ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളർ ആ ഒരു രീതിയിലാണ് സാധാരണ കണ്ടിരിക്കുന്നത്. 2 ടൈപ്പ് സേവ് ഉണ്ടായിരിക്കും എപ്പോഴും പയ്യോളി മിക്സ്ചറിൽ. അതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക. വല്ലാണ്ട് ചെറുതാക്കി എടുക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ്, മുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്തതാണ്.
പക്ഷേ മിക്സ്ചർ ആയതുകൊണ്ട് തന്നെ അവസാനം കുറച്ച് ഉപ്പ്, മുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച്. കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ കൂടുതൽ അളവിൽ തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലാസ്റ്റ് മിക്സിങ്ങിൽ മുളക് പൊടി ഉപ്പൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് വരിക. പിന്നെ പയ്യോളി മിക്സ്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്രയ്ക്ക് എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ മുളക് പൊടിയുടെ അളവൊക്കെ കൂടുതലെടുക്കാം കേട്ടോ. ഇനി ഈ സേവിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് തന്നെ വരിക കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പയ്യോളി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പയ്യോളി മിക്സ്ചർ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പല ബ്രാൻഡ്സിൻ്റെയും പയ്യോളി മിക്സ്ചർ വാങ്ങിക്കാറുണ്ട്. പക്ഷേ നാട്ടിലൊന്നും, തൃശ്ശൂരൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇരിഞ്ഞാലക്കുടയൊന്നും കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും. അപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള പയ്യോളി മിക്സ്ചർ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.